looking at me eye, girl, me see say you want. വാസ്കോഡഗാമ കാപ്പാട് ബീച്ചിൽ കാലുകുത്തിയ ആദ്യത്തെ സായിപ്പ്. ഇവന്റെ ചരിത്രം അവിടെ നിന്ന് തുടങ്ങുന്നു. 1947 ഓഗസ്റ്റ് 16 ബ്രിട്ടീഷുകാർ എന്നേക്കുമായി ഭാരതം വിട്ടുപോയി. പക്ഷേ അവരുടെ സ്മരണയ്ക്കായി അവർ ശകലം അവശിഷ്ടം ഏതോ ഒരു കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയി. അത് പടർന്ന് പന്തലിച്ച് ദ്രംഷ്ടങ്ങളും ചോര കണ്ണുകളുമുള്ള ഒരു വലിയ ചൊറിയൻ പുഴുവായി മാറി. ആർട്സിൽ സ്റ്റേജ് കത്തിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ട് കത്തിക്കാൻ ചെന്ന ജിഷ്ണുവിനെ മഴത്തിന് പിന്നിൽ നിന്ന് കൊഞ്ഞാണം കുത്തിയനാണിവൻ. 5 പൈസയുടെ ചെലവില്ലാതെ ചുളുവിൽ ശകലം ഊള ശിങ്കിടികളുടെ സഹായത്തോടെ അവൻ ബിടെക് ബിരുദം വിത്ത് ടച്ചിങ് സ്വന്തമാക്കി. അവനെ പറ്റി പറയുകയാണെങ്കിൽ അളിയന്റെ ആകെ ഉണ്ടായിരുന്ന ഷഡ്ഡി ടച്ചിങ്സ് ആണെന്ന് കരുതി കീറിപ്പറിച്ചവൻ, അണ്ടർസ്കോറിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത് അവനെ സ്തംഭിപ്പിച്ചവൻ, സ്മോൾ വില്ലൻ അഫ്താബിന്റെ പുറകിൽ ജാക്കി വെച്ചവൻ ജോ, ഈറ്റപ്പുലി ഷമീറിനെ പഠിപ്പിക്കാമെന്ന വ്യാജേന വെറും കഴുതപ്പുലിയാക്കിയവൻ, കിന്നാരത്തുമ്പികളിൽ അഭിനയിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഭാരമായവൻ. പക്ഷേ അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും വിശേഷണങ്ങൾ ഏറെയുണ്ട്. അവന്റെ കൂതറയായ റൂംമേറ്റിനെ ഫുൾ പാസ് ആവാൻ കാരണം അവൻ മാത്രം. ഇവൻ പഠിപ്പിക്കാത്തതായിട്ട് CHBയിൽ ആരുമില്ല. ഷമീറും അഫുവും അജീഷും എന്നും ഇവനോട് കടപ്പെട്ടിരിക്കുന്നു. ഇവനെ കുറിച്ചറിയാൻ ഈ പേര് തന്നെ ധാരാളമാണല്ലോ. ഫസ്റ്റ് ഇയറിൽ വടിവാൾ, സൈക്കിൾ ചങ്ങല, ഉറുമി, കത്തി, കത്രിക, ബ്ലേഡ് തുടങ്ങിയ മാരകായുധങ്ങളുമായി കൊരട്ടി എന്ന സീനിയറെ പഞ്ഞിക്കിടാൻ വന്ന ടീമാണിവൻ. കാരണം എന്ത് നിങ്ങൾക്കറിയണമോ? നാളെ വരുമ്പോ പഠിച്ചോണ്ട് വരണം എന്ന് ഏതോ ഒരു ആന്തോളനത്തിന്റെ ആവിർഭാവം മൂലം കൊരട്ടി ഉരുവിട്ടുപോയി. പാവം. CHBയിലെ കടുത്ത സഖാവാണിദ്ദേഹം. പലപ്പോഴും CHBയിലെ പീക്കിരി പിള്ളാർക്ക് പോക്കിരി, കാറൽ മാർക്സ്, ലെനിൻ, സ്റ്റാലിൻ, ചെഗ്വേര തുടങ്ങിയ ഇതിഹാസ സഹാക്കളുടെ ദീർഘവീക്ഷണങ്ങളെക്കുറിച്ച് സ്ഥിരമായി സ്റ്റഡി ക്ലാസുകൾ എടുക്കാറുണ്ടായിരുന്നു. ഇത് കേട്ട് CHBയിലെ പിള്ളാർ പൂപമണ്ടൂകങ്ങളെ പോലെ ഇത് കർത്തവ്യ മൂഢരായി കണ്ണും തള്ളിയിരിക്കുന്ന കാഴ്ച ഞങ്ങളുടെ MS ജീവിതത്തിൽ ഒരു നിത്യ സംഭവമായിരുന്നു. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, മുതലാളിത്ത വ്യവസ്ഥിതി, പശ്ചിമേഷ്യൻ സംഘർഷം, ഫാസിസം, നാസിസം, G8 ഉച്ചകോടി തുടങ്ങിയ അന്താരാഷ്ട്ര കാര്യങ്ങളും MEC MHലെ കുടിവെള്ള പ്രശ്നം ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വേണ്ട സകല ലൊടുക്ക് ഗുലുമാൽ പ്രശ്നങ്ങളെ കുറിച്ചും ഇദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതാണ് കോളേജ് ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ നാട്ടിൽ ഇൻകിലാബ് വിളിച്ചു നടന്ന ഇവൻ ഒരു വൻ കൗണ്ടർ സ്ട്രൈക്ക് പ്ലെയറായി മാറി. MHലെ പല രാത്രികളും കൊണ്ടോട്ടി ഷമീറിന്റെയും ചാലക്കുടി പോക്കിഴിയും തമ്മിലുള്ള പൊഴിഞ്ഞ പോരാട്ടം കാരണം പ്രകമ്പനം കൊണ്ടു. അവസാനം XL 2K7 അതിൽ CS ഗെയിമിംഗ് കോൺടെസ്റ്റിൽ അവന്റെ ക്ലാൻ ടീമിലുള്ള അബ്ദുൽ ഷമീർ അഥവാ ASയോട് താമ്പി 4-3 എന്ന് പറഞ്ഞ സംഭവം പരസ്യമായ രഹസ്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും CHBയിൽ മെച്ചുറായ
ഒരു മച്ചാനുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ നിസ്സംശയം ചൂണ്ടിക്കാണിക്കുന്നത് ഇവനെ തന്നെയായിരിക്കും. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ഞങ്ങളെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു രുചി കൂടിയാണ് ഇവൻ. ഇലക്ട്രോണിക്സിൽ ഇവനുള്ള ജ്ഞാനം അപാരമാണ്. ഇവനാണ് ഞങ്ങളുടെ സ്വന്തം മിനിച്ചേട്ടൻ അഥവാ വിനിമോഹൻ കേവി. அப்படி போடு 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 அஸ்தி போடு கண்ணாலே இப்படி போடு. Yes, who is it? അവസാനമായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു, ഇവനാണ് CHBയുടെ ഗോഡ് ഫാദർ. ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ വിചാരിച്ചു ഇവൻ ഫോർത്ത് ഇയർ ആണെന്ന്. കാരണം അന്ന് ഫോർത്ത് ഇയറിലെ അടിപൊളി മച്ചാന്മാരുമായിട്ടായിരുന്നു അവന് കമ്പനി. പക്ഷേ തേർഡ് ഇയർ മുതൽ ഇവൻ ഞങ്ങളുടെ ഉറ്റ സുഹൃത്തായി. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒപ്പം എല്ലാ പ്രശ്നങ്ങളിലും ഒപ്പം നിൽക്കുകയും ചെയ്തു. ഇത്രയും നല്ലൊരു സീനിയറിനെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആർട്സിൽ സുപ്രീമോസിൻ്റെ വിജയത്തിൽ ഇവനുള്ള പങ്ക് അഭിനന്ദനാർഹമാണ്. ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ആഘോഷങ്ങളിലും ഇവൻ കൂടെയുണ്ടായിരുന്നു. ഇവൻ ഞങ്ങൾക്ക് നല്ലൊരു വഴികാട്ടി കൂടിയായിരുന്നു. ഇവനോടുള്ള ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ മച്ചാന്റെ പേരാണ് ഡിനുരാജ് അഥവാ യോ യോ രവി. ഇപ്പോഴും എപ്പോഴും ഇനിയൊന്നും ഇവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്.